CPM നയിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വലിയ ഉത്തരവാദി കെ രാഗേഷ് എന്ന പാർട്ടി സെക്രട്ടറിയാണ് എന്ന അഭിപ്രായം വീണ്ടും ഉയരുകയാണ്. ജില്ലാ കമ്മിറ്റി അംഗം പോലും അല്ലാത്ത വ്യക്തിയായ കെ രാഗേഷിനെ പിണറായി വിജയന്റെ ഇഷ്ടപ്രകാരം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാക്കി മാറ്റുകയും പയ്യന്നൂരിലും തളിപ്പറമ്പിലും അടക്കം രാഗേഷ് നടത്തിയ ഇടപെടലുകൾ എതിർ വോട്ടായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് ടി.കെ. ഗോവിന്ദനും വി. കുഞ്ഞികൃഷ്ണനും ജയിച്ചത് എന്നുള്ള അഭിപ്രായവും ഉയരുന്നു. മാത്രമല്ല, പിണറായി വിജയന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കെ രാഗേഷ് എന്ന ആരോപണം ഉയരുന്നു. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കണ്ണൂർ ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ജനറൽ സെക്രട്ടറി എം.എ. ബേബിക്ക് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കെ രാഗേഷ് തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം പല വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും ധനരാജ് രക്തസാക്ഷി ഫണ്ട് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് നടത്തിയ കണക്കവതരണം, വാർത്താസമ്മേളനം, ഇതൊക്കെ തന്നെ പയ്യന്നൂരിൽ വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു CPM-ന്. ഇത് കണ്ണൂർ ജില്ലയിലെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. അങ്ങനെയാണ് ജില്ലയിൽ വലിയ തിരിച്ചടി CPM-ന് ഉണ്ടായത്. മറ്റ് ജില്ലകളിലും സമാനമായ സ്ഥിതി ഉണ്ടായി. കണ്ണൂർ ജില്ലയിൽ കൂടുതൽ സീറ്റുകൾ നേടി ആ ഒരു അപ്രമാദിത്വം തുടരാം എന്ന ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് വി. കുഞ്ഞികൃഷ്ണനും ടി.കെ. ഗോവിന്ദനും സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് അവതരിച്ചത്, കാര്യങ്ങൾ തുറന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവതരിച്ചത്. അതിനെയൊക്കെ തന്നെ എതിർക്കുന്നതിൽ, അല്ലെങ്കിൽ അതിനെയൊക്കെ തന്നെ ന്യായീകരിക്കുന്നതിൽ കെ രാഗേഷ് എന്ന ജില്ലാ സെക്രട്ടറിക്ക് വീഴ്ച പറ്റി. അദ്ദേഹത്തെ ആരോട് ചോദിച്ചിട്ടാണ് സെക്രട്ടറിയാക്കിയത്? ഒരാളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ ഇഷ്ടപ്രകാരം അല്ലേ കെ രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയാക്കി മാറ്റിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ CPM നേതാക്കൾ തന്നെ എം.എ. ബേബിയോട് ചോദിച്ചിരിക്കുന്നത് എന്ന് വാർത്തകൾ പുറത്തു വരുന്നു. ഇത് തീർച്ചയായിട്ടും കേരളത്തിലേതടക്കമുള്ള എല്ലാ സഖാക്കളും ചോദിക്കുന്നതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലേതും അടക്കമുള്ള സഖാക്കൾ ചോദിക്കുന്നതാണ്. കാരണം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് പിന്നീട് സംസ്ഥാന സെക്രട്ടറിയായി മാറുന്നതും പിന്നീട് മുഖ്യമന്ത്രിയായി മാറുന്നതും. ഇത് CPM-ന്റെ ഒരു പതിവ് രീതിയാണ്. നേരത്തെ എം. വി. ഗോവിന്ദനായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായി തുടർന്ന് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായി തുടരുകയാണ്. അടുത്ത മുഖ്യമന്ത്രിയാകും എന്നുള്ള സ്വപ്നമൊന്നും എം. വി. ഗോവിന്ദന് തൽക്കാലമില്ല. എന്നാൽ പോലും അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. നേരത്തെ എം. വി. ജയരാജനായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അതിനുശേഷമാണ് കെ രാഗേഷ് ജില്ലാ സെക്രട്ടറിയായി രംഗത്ത് വന്നത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ CPM എന്ന പാർട്ടി സംവിധാനത്തിനും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യത്തിനുമൊക്കെ കടുത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കടുത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എതിർത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ അകന്നു പോകുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും CPM-ൽ കണ്ടത് എന്നുള്ള വിലയിരുത്തൽ മിക്ക സഖാക്കൾക്കും കണ്ണൂർ ജില്ലയിൽ ഉണ്ട്. വിരലിൽ എണ്ണാവുന്ന സഖാക്കൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള കെ രാഗേഷിൻ്റെയും എം. വി. ഗോവിന്ദൻ്റെയും അതുപോലെ പിണറായി വിജയൻ്റെയും ഒക്കെ ഒപ്പം നിൽക്കുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ, ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കെ രാഗേഷിനെ ഉടനടി മാറ്റിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കണ്ണൂർ ജില്ലയിൽ പാർട്ടി വന്ന് എത്തും. എല്ലാ ജില്ലാ സെക്രട്ടറിമാരെയും മാറ്റണം. ആ കൂട്ടത്തിൽ ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ അടിയന്തരമായി മാറ്റണം. സംസ്ഥാന സെക്രട്ടറിയെ മാറ്റണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഏരിയ കമ്മിറ്റികളിൽ അടക്കം, ജില്ലാ കമ്മിറ്റികളിൽ അടക്കം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വകവച്ചില്ല. സംസ്ഥാന സെക്രട്ടറിയായി എം. വി. ഗോവിന്ദൻ തന്നെ തുടരും എന്നുള്ള റിപ്പോർട്ടാണ് പിന്നീട് പുറത്തു വന്നത്. പ്രതിപക്ഷ നേതാവായി പിണറായി മാറി നിൽക്കണം എന്ന അഭിപ്രായവും സഖാക്കൾ ഉന്നയിച്ചു. പക്ഷേ അതും ചെവിക്കൊണ്ടില്ല. ഈ സഖാക്കൾ പറയുന്ന അഭിപ്രായം ചെവിക്കൊള്ളാതിരുന്നാൽ അവർ തന്നെ വോട്ട് ചെയ്യാതെയാകും. അവർക്ക് വേണ്ടപ്പെട്ടവർ വോട്ട് ചെയ്യാതെയാകും. അങ്ങനെ പാർട്ടിയുടെ അടിത്തറ ഇളകും. അങ്ങനെ ഇളകി തകർന്നു നിൽക്കുന്ന ഒരു അടിത്തറയുടെ മുകളിൽ ആടി ഉലഞ്ഞുകൊണ്ടാണ് CPM നിൽക്കുന്നത്, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ. എത്ര ശക്തമായി നിലകൊണ്ടിരുന്ന ഒരു പാർട്ടി സംവിധാനമാണ് കണ്ണൂർ ജില്ലയിൽ ഇതിനു മുൻപൊക്കെ തന്നെ. അന്നൊക്കെ CPM പാർട്ടി ഗ്രാമങ്ങൾ പോലും അതിശക്തമായി നിലകൊണ്ടിരുന്നു. അക്രമ രാഷ്ട്രീയമൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്നാൽ പോലും ഇപ്പോൾ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പാർട്ടി നേതാക്കളെ സഖാക്കൾ, സാധാരണക്കാർ, മുതിർന്ന സഖാക്കൾ കൂകി വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ജില്ലാ സെക്രട്ടറിക്കെതിരെ ജനറൽ സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നു. ഇപ്പോൾ ജനറൽ സെക്രട്ടറി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. പിണറായി സഖാവിനോട് ചോദിക്കും എന്താണ് ചെയ്യേണ്ടത്. ഒന്നും ചെയ്യേണ്ട, തൽക്കാലം പാർട്ടി സെക്രട്ടറിയെ മാറ്റാൻ ഉദ്ദേശമില്ല, ആ തീരുമാനം മാറ്റിവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് നടക്കില്ല എന്നുള്ള കാര്യം അറിയിച്ചാൽ മതി എന്ന് തന്നെ പറയും. മറുപടി കൊടുക്കുമോ കത്തിന് എന്നറിയില്ല. ഇങ്ങനെ പല പ്രാവശ്യമാകുമ്പോൾ അകന്നകന്നു പോവുകയാണ് ജനങ്ങളും സഖാക്കളും ഒക്കെ തന്നെ. അങ്ങനെ ബഹുദൂരം അകന്നു നിൽക്കുന്നു. ഇവിടെ വ്യക്തികളാണ് പ്രധാനം, പാർട്ടിയോ ജനങ്ങളോ അല്ല എന്നുള്ള അവസ്ഥയിലേക്ക് CPM എന്നെ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും തിക്തമായ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും, അല്ലെങ്കിൽ ഇനി വരുന്ന ഇതുപോലെയുള്ള ജനകീയമായ കാര്യങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ പാർട്ടിക്ക് എതിരെ നിൽക്കുന്ന അവസ്ഥ. വി. കുഞ്ഞികൃഷ്ണനെയും ടി.കെ. ഗോവിന്ദനെയും ജി. സുധാകരനെയും പോലെ പാർട്ടിക്ക് പുറത്തേക്ക് വന്ന് ജനങ്ങൾക്കൊപ്പം
നേതാക്കൾ ചേരുന്ന അവസ്ഥയൊക്കെ തന്നെ ഇനിയും CPM-ൽ ധാരാളമായി ഉണ്ടാകും. KK രാഗേഷിനെ എന്തിന് പാർട്ടി ജില്ലാ സെക്രട്ടറിയാക്കി എന്ന ചോദ്യത്തിന് എന്തായിരിക്കും മറുപടി കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകളും ചർച്ചകളുമാണ് ഇപ്പോൾ CPM-ൽ നടക്കുന്നത്. അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. മറുപടി എതിരാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ജില്ലാ സെക്രട്ടറി അംഗം അടക്കമുള്ള ആളുകൾ ഇപ്പോൾ MA ബേബിക്ക് കത്ത് നൽകിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ.